ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വോട്ടർ പട്ടിക വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പ്രതിസ്ഥാനത്ത് നിർത്തി ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. സുരേഷ് ഗോപിയും സഹോദരനും കുടുംബാംഗങ്ങളും ആൾതാമസമില്ലാത്ത വീടിന്റെ പേരിൽ വോട്ട് ചേർത്തു. ഒരു ബൂത്തിൽ 25 മുതൽ 40 വോട്ടുകൾ വരെ BJP ക്രമക്കേടിലൂടെ ചേർത്തുവെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. വോട്ട് ക്രമക്കേടിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റെങ്കിൽ കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച് VS സുനിൽകുമാറും രംഗത്തെത്തി. ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടുപേരിൽ സുരേഷ് ഗോപിയും സഹോദരനും കുടുംബാംഗങ്ങളും ചേർത്തത് 11 വോട്ടുകൾ. ഇപ്പോൾ ആ വീട്ടിൽ ആരും താമസമില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം വീട് മുംബൈ കേന്ദ്രീകരിച്ച കമ്പനിക്ക് കൊടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതേ വീട്ടിൽ സുരേഷ് ഗോപിക്കും കുടുംബത്തിനും വോട്ടില്ലെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ കുടുംബവും തൃശ്ശൂരിൽ വന്ന് വോട്ട് ചേർക്കുകയും പിന്നീട് അതിനുശേഷം അവിടെ നിന്ന് മാറിപ്പോകുകയും ചെയ്യാം. ആദ്യഘട്ട വോട്ടർ പട്ടിക പുറത്തിറക്കിയ ശേഷം കൂട്ടിച്ചേർക്കലുകൾ നടത്തേണ്ട സമയത്താണ് BJP ക്രമക്കേട് നടത്തിയത് എന്നാണ് CPI നേതാവ് VS സുനിൽകുമാറിന്റെ ആരോപണം. ഞങ്ങളുടെ ആക്ഷേപത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 22/1/2024 ഒരു കരട് പട്ടികയുണ്ട്, ഫൈനൽ പട്ടിക. അതിനെ തുടർന്ന് പിന്നീട് വീണ്ടും പേരുകൾ ചേർക്കാൻ കിട്ടുന്ന ആ ഗ്യാപ്പിലാണ് ഈ പറയുന്ന അനധികൃതമായ വോട്ടുകൾ മുഴുവൻ ചേർത്തിരിക്കുന്നത്. ഇവർ ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് 4/4/2024 പട്ടിക വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുക. VS സുനിൽകുമാറിന് മാനസിക രോഗമെന്ന് അധിക്ഷേപിച്ച് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് രംഗത്തെത്തി. UDF-നും VS സുനിൽകുമാറിനും BJP വിജയം അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നും പരാമർശമുണ്ട്. 24 തൃശൂർ. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് K മുരളീധരൻ. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് 56,000-ൽ പരം വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടു. വോട്ടർ പട്ടിക ക്രമക്കേടിൽ തൃശൂരിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും K മുരളീധരൻ പറഞ്ഞു. കേരളത്തിൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് വളരെയധികം ശരിയാണെന്ന് ഇലക്ഷൻ കാലത്ത് തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഏതാണ്ട് 56,000-ൽ പരം വോട്ടുകളാണ് അവിടെ ചേർത്തിരുന്നത്. അന്ന് തന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കലക്ടർക്ക്. പക്ഷേ അതിൻ്റെ ഒരു തുടരന്വേഷണം ഉണ്ടായില്ല. രാഹുൽ ഗാന്ധി ഉയർത്തിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണത്തിൽ രാജ്യവ്യാപക ക്യാമ്പയിൻ ആരംഭിക്കാൻ കോൺഗ്രസ്. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പ്രത്യേക യോഗം ചേരും. ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടകയിൽ കോൺഗ്രസ് സംസ്ഥാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക ക്രമക്കേടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് നീക്കം. രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രത്യേകം ക്യാമ്പയിനുകൾ നടത്തും. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ചേരുന്ന യോഗം തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. തിങ്കളാഴ്ച ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിഷേധമുണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് CPIM ആണ് ആദ്യം ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുള്ളതെന്നും ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി MB രാജേഷ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടികളാകെ പല നിലയിൽ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണല്ലോ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്നത്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ കർണാടകയിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകി. 24 ഡൽഹി. കേരളത്തിൽ നിന്നുള്ള 7 പാർട്ടികൾ ഉൾപ്പെടെ രാജ്യത്തെ 334 അംഗീകാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതോടെ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കാനുള്ള അനുമതിയും ആദായ നികുതി ഇളവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും നഷ്ടമാകും. തെരഞ്ഞെടുപ്പ് രംഗം ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2854 അംഗീകാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളായിരുന്നു രാജ്യത്ത് നിലവിലുണ്ടായിരുന്നത്. ഇതിൽ 334 പാർട്ടികളുടെ രജിസ്ട്രേഷനാണ് റദ്ദാക്കിയത്. കേരളത്തിൽ നിന്ന് ദേശീയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി സെക്യുലർ, നേതാജി ആദർശ് പാർട്ടി, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് കേരള ബോൾഷെവിക്, സെക്യുലർ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്നിവയും ഇതിലുൾപ്പെടും.
2019 മുതൽ 6 വർഷമായി ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാത്തതും ഭാരവാഹികളുടെയും ഓഫീസ് വിവരങ്ങളും കമ്മീഷൻ അറിയിക്കാത്ത പാർട്ടികളെയുമാണ് പട്ടികയിൽ നിന്ന് നീക്കിയത്. ഇവർക്ക് നോട്ടീസ് നൽകിയെങ്കിലും മറുപടി ലഭിച്ചിരുന്നില്ല. തുടർന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടിയെടുത്തത്. നിലവിൽ 6 ദേശീയ പാർട്ടികളും 67 സംസ്ഥാന പാർട്ടികളുമാണ് രാജ്യത്തുള്ളത്. തെരഞ്ഞെടുപ്പ് രംഗം ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ തുടരുമെന്ന് കമ്മീഷൻ അറിയിച്ചു. 24 ഡൽഹി. അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തിൽ കരാർ ലംഘിച്ചത് സർക്കാരെന്ന് വെളിപ്പെടുത്തി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. കരാർ വ്യവസ്ഥകൾ പൂർത്തിയാക്കാൻ സർക്കാരിനായില്ല എന്ന് AFA ചീഫ് കൊമേഴ്ഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ ലിയാൻഡ്രോ പീറ്റേഴ്സൺ വ്യക്തമാക്കി. ലിയാൻഡ്രോയുമായുള്ള ചാറ്റ് 24 പുറത്തുവിട്ടു. അതേസമയം മുൻപ് AFA പ്രതിനിധി എന്ന് വിശേഷിപ്പിച്ച പീറ്റേഴ്സനെ വെറും മാർക്കറ്റിംഗ് ഹെഡ് എന്ന് പറഞ്ഞ് തള്ളുകയാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. അർജന്റീനയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വ്യാജ പ്രചാരണമെന്ന് വി അബ്ദുറഹ്മാൻ പ്രസ്താവനയിൽ പിന്നീട് പറഞ്ഞു. 24 ബിഗ് ബ്രേക്കിംഗ്. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാൻ നയാ പൈസ സർക്കാരിന് ചെലവായില്ലെന്ന വി അബ്ദുറഹ്മാന്റെ കള്ളത്തരം രേഖാസഹിതം പൊളിച്ചടുക്കിയ 24 കരാർ ലംഘിച്ചത് AFA എന്ന മന്ത്രിയുടെയും സ്പോൺസറുടെയും ഏകപക്ഷീയവാദവും പൊള്ള എന്ന തെളിവ് പുറത്തുവിടുകയാണ്. 130 കോടി വാങ്ങിയ അർജന്റീന ടീം വഞ്ചിച്ചെന്ന സർക്കാരിന്റെയും സ്പോൺസറുടെയും ആരോപണത്തെക്കുറിച്ചായിരുന്നു AFA ചീഫ് കൊമേഴ്ഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ ലിയാൻഡ്രോ പീറ്റേഴ്സിനോട് സമൂഹമാധ്യമമായ ലിങ്ക്ഡിനിലൂടെയുള്ള ചോദ്യം. ഇതിനുള്ള മറുപടി ഇങ്ങനെ: അർജന്റീന കരാർ ലംഘിച്ചുവെന്ന ആരോപണം ശരിയല്ല. കേരള സർക്കാരാണ് കരാർ വ്യവസ്ഥകൾ പാലിക്കാതിരുന്നത്. അവരാണ് കരാർ ലംഘിച്ചതെന്നും പീറ്റേഴ്സൺ പറഞ്ഞു. കരാർ സംബന്ധിച്ച് ഒരു തെളിവ് പോലും പുറത്തുവിടാതെ അർജന്റീനയെ പഴിച്ച് തലയൂരാനുള്ള ശ്രമം പൊളിക്കുന്നതാണ് ഈ മറുപടി. അതേസമയം ഏത് പീറ്റേഴ്സൺ എന്ന മട്ടിലാണ് മന്ത്രിയുടെ വിശദീകരണം. അദ്ദേഹം ഇതിന്റെ മാർക്കറ്റിംഗ് ടീം മാത്രമാണ്. 2024 അർജന്റീനയെ ക്ഷണിക്കാനെന്ന പേരിൽ സ്പെയിനിൽ പോയ മന്ത്രി കണ്ടതും ജേഴ്സി കൈമാറിയതും AFA പ്രതിനിധി എന്ന് വിശേഷിപ്പിച്ചതും ഇതേ ലിയാൻഡ്രോ പീറ്റേഴ്സിനെയാണ്. മെസ്സി എന്തെങ്കിലും വരുമോ എന്ന ചോദ്യത്തിന് മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഒക്ടോബർ നവംബറിൽ കളിക്കുക, അതല്ലെങ്കിൽ നമ്മൾ സലാം പറയാം, വേറെന്താ. അർജന്റീന ടീമുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കാതെയും ദുരുദ്ദേശത്തോടെയും ഉള്ളതെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു. തങ്ങളുടെ ദേശീയ ടീം കേരളത്തിൽ സൗഹൃദ മത്സരത്തിന് വരില്ലെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇതുവരെ അറിയിച്ചിട്ടില്ല. കരാർ പ്രകാരം 2025 ഒക്ടോബറിലാണ് ടീം എത്തേണ്ടത്. സർക്കാർ നിശ്ചയിച്ച സ്പോൺസർ റിസർവ് ബാങ്ക് അനുമതിയോടെ മാച്ച് ഫീ AFAക്ക് കൈമാറിയതായി അറിയിച്ചിട്ടുണ്ടെന്നും വി അബ്ദുറഹ്മാൻ പ്രസ്താവനയിൽ അറിയിച്ചു. അനിൽ വാസ്തേവ്, സ്പോർട്സ് ഡെസ്ക്, 24. കരാർ ലംഘിച്ചത് കേരള സർക്കാർ എന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ചാറ്റ് 24 പുറത്തുവിട്ടതിന് പിന്നാലെ കായിക മന്ത്രിക്കെതിരെ പ്രതിപക്ഷം രംഗത്ത്. മെസ്സിയുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ശ്രമം നടന്നു എന്നതടക്കമുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്നത്. അതേസമയം കായിക മന്ത്രിയെ പിന്തുണച്ച് മറ്റു മന്ത്രിമാർ രംഗത്തെത്തി. അർജന്റൈൻ ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവ് കയ്യാലപ്പുറത്തായതോടെ മെസ്സി ഈസ് മിസ്സിംഗ് എന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പരിഹാസം. മെസ്സി ഈസ് മിസ്സിംഗ്. കേരള സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ചകൾ, അവകാശവാദങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു. മെസ്സി ഇല്ലയിൽ മന്ത്രി ഇറങ്ങി കളിക്കട്ടെ എന്ന് രമേശ് ചെന്നിത്തല. മെസ്സിക്ക് പകരം റഹ്മാൻ കളിക്കുന്നതാണ് നല്ലത്. മന്ത്രിയും സ്പോൺസറും തമ്മിലുള്ള ഒത്തുകളിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആരോപിച്ചപ്പോൾ മുൻ MLA BT ബൽറാം ഒന്നുകൂടി കടുപ്പിച്ചു. സ്പോൺസറെ തള്ളിപ്പറയാത്ത മന്ത്രിയെ തള്ളിപ്പറയാത്ത എന്താ സ്പോൺസർ? അപ്പോൾ ഒരു നുഖത്തിൽ വെച്ച് കെട്ടാവുന്ന രണ്ടുപേരാണ് ഈ സ്പോൺസറും മന്ത്രിയും. എനിക്കിത് സംശയിക്കാനുള്ളത് ഇത് നിയമവിരുദ്ധമായ ഏതെങ്കിലും ഇടപാടുകൾക്ക് വേണ്ടിയുള്ളൊരു മറയായിരുന്നോ എന്ന് കൂടിയാണ്. ഇതിനിടെ കായിക മന്ത്രി അബ്ദുറഹ്മാന് പിന്തുണയുമായി മന്ത്രിമാരായ V ശിവൻകുട്ടിയും ഗണേഷ് കുമാറും രംഗത്തു വന്നു. മെസ്സി വരുന്നില്ലെങ്കിൽ ആ കാശ് ഉപയോഗിച്ചുകൊണ്ട് ഒരു 100 കോടി രൂപ മുടക്കി നമുക്കൊരു കേരളത്തിലാകെ ഒരു 100 സ്റ്റേഡിയം നിർമ്മിച്ചിട്ടാൽ അത് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനും എന്നും മെസ്സിയുടെ പേരും കൂടെ വേണമെങ്കിൽ കൊടുക്കാം. ഒരു മിനിസ്റ്റർ എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാതിരിക്കും തെറ്റല്ല. അദ്ദേഹം ഒരു മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങൾ, മെസ്സി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകനുള്ള വലിയൊരു കളിക്കാരനാണ്. അദ്ദേഹത്തെ ഒന്ന് നോക്കൊന്ന് കാണാൻ അദ്ദേഹം ഗൾഫിൽ വന്നിട്ട് പോലും ഭയങ്കര തിരക്കായിരുന്നു. ഒന്ന് ദൂരെ ഒന്നും പോലും കാണാൻ പറ്റില്ല. അതേസമയം മെസ്സി വരുമെന്ന് പറഞ്ഞ് ഫുട്ബോൾ ആരാധകരെ കബളിപ്പിച്ചുവെന്ന് ആരോപിച്ച് കോഴിക്കോട് ബീച്ചിൽ പ്രതിഷേധ ഫുട്ബോൾ നടന്നു. KPCC ദേശീയ കായിക വേദിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വിവിധ ബ്യൂറോകൾക്കൊപ്പം സ്പോർട്സ് ഡെസ്ക്, 24. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉപകരണ വിവാദം സമവായത്തിലേക്ക്. ഡോക്ടർ ഹാരിസ് ഹസനെതിരെ നടപടി ഉണ്ടാകില്ല എന്ന ആരോഗ്യവകുപ്പ് KGM-CTIക്ക് ഉറപ്പു നൽകി. ഇനി വിവാദങ്ങൾക്കില്ലെന്നും മാധ്യമങ്ങളോടൊന്നും സംസാരിക്കരുതെന്ന് സംഘടന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു. ഡോക്ടർ ഹാരിസ് ഹസനെ നേരിൽ കണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിന് പിന്നാലെയാണ് സമവായ നീക്കം. ഹാരിസ് ഹസനെ സംശയനിഴലിൽ നിർത്തി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും
കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം വ്യാപക വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പിന്നാലെ KGMCTAയും വിഷയത്തിലിടപെട്ടു. ഫർദർ എൻക്വയറി ഇതിൽ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന എൻക്വയറിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതാണ്. മോഴ്സിലോസ്കോപ്പ് കാണാതായി എന്നത് മന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും തനിക്കെതിരെ ആരോപണമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്നും ഡോക്ടർ ഹാരിസ് ഹസൻ. മാഡത്തിന് അത് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അത് എന്തോ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഉപകരണ വിവാദത്തിലെ അന്വേഷണ റിപ്പോർട്ട് DME ഇന്നലെ ഉച്ചയോടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. റിപ്പോർട്ട് ഞാൻ സമർപ്പിച്ച സ്ഥിതിക്ക് അതിലെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട്. വിവാദങ്ങൾക്ക് പിന്നാലെ ഒരാഴ്ച അവധിയിലായിരുന്ന ഡോക്ടർ ഹാരിസ് ഇന്ന് വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. 24 തിരുവനന്തപുരം. അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ പരസ്യ പ്രതികരണത്തിന് വിലക്ക്. ഭാരവാഹി തെരഞ്ഞെടുപ്പ് വിവാദങ്ങൾ അതിരുകടന്നതോടെയാണ് നടപടി. ആഭ്യന്തര വിഷയങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിക്കരുത് എന്ന അംഗങ്ങൾക്ക് വരണാധികാരി കർശന നിർദ്ദേശം നൽകി. അതിനിടെ ശ്വേതാ മേനോനെ പിന്തുണച്ച് മന്ത്രി KB ഗണേഷ് കുമാറും നടൻ റഹ്മാനും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതിരുകടന്നതോടെയാണ് പരസ്യ പ്രതികരണത്തിന് വിലക്ക്. സംഘടനയുടെ ആഭ്യന്തര വിഷയങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുതെന്നും അംഗങ്ങൾക്ക് വരണാധികാരിയുടെ നിർദ്ദേശം. ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പ്. വിവാദങ്ങളിൽ നടി ശ്വേതാ മേനോന് പിന്തുണയുമായി മന്ത്രി KB ഗണേഷ് കുമാറും നടൻ റഹ്മാനും രംഗത്തെത്തി. അഭിനയിച്ച സിനിമയുടെ പേരിൽ കേസെടുക്കുന്നത് ശരിയല്ലെന്നും അമ്മയിൽ സ്ത്രീകൾ തന്നെ അധികാരത്തിലെത്തണമെന്നും KB ഗണേഷ് കുമാർ. സ്ത്രീകൾ അതിന്റെ ഭരണസമിതിയിലേക്ക് വരണം, ഒരു മാറ്റം. സ്ത്രീകൾക്കെതിരെ നിൽക്കുന്ന ഒരു സംഘടനയാണ് അമ്മ എന്നൊരു തോന്നൽ പണ്ട് ജനിപ്പിച്ചു. അവർ സ്ഥാനാർത്ഥികളായി വന്നു. അവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ നല്ലതല്ല. അത്തരം അത് ആരും അതിനെ കൂട്ടുനിൽക്കാൻ പാടില്ല. വളരെ അപലപനീയമാണ്. ശ്വേതക്കെതിരെ നടക്കുന്നത് ആസൂത്രിത നീക്കമെന്ന് റഹ്മാൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ മാസം 15-നാണ് സംഘടനയുടെ തെരഞ്ഞെടുപ്പ്. 24 കൊച്ചി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നിർമ്മാതാക്കളായ ലിസ്റ്റിൻ സ്റ്റീഫനും സാന്ദ്ര തോമസും തമ്മിൽ തർക്കം കനക്കുന്നു. 2ാം ദിവസം പർദ്ദ കിട്ടിയില്ലേ എന്ന ലിസ്റ്റിന്റെ പരിഹാസം. താൻ പറഞ്ഞത് സത്യമെന്ന് തെളിഞ്ഞാൽ ലിസ്റ്റിൻ ഇൻഡസ്ട്രി വിടുമോ എന്നായിരുന്നു സാന്ദ്രയുടെ ചോദ്യം. മമ്മൂട്ടിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ സൈബർ ആക്രമണം നേരിടുന്നതിനിടയിലാണ് സാന്ദ്ര തോമസിനെതിരെ വീണ്ടും പരിഹാസവുമായി ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്തെത്തിയത്. പത്രിക തള്ളിയതിൽ കോടതി വിധി സാന്ദ്രയ്ക്ക് അനുകൂലമായാൽ സഹകരിക്കുമെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു. ഇതൊരു ഷോയാണ് കാട്ടിയത് പുള്ളിക്കാരി, പറഞ്ഞു മനസ്സിലാവും. ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ ധരിച്ചിട്ടാണോ വന്നത്? അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പർദ്ദ ധരിച്ചില്ലല്ലോ. പർദ്ദ എന്താണ് വാങ്ങിക്കാൻ കിട്ടിയില്ലേ? പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ട്രഷറോ അങ്ങനത്തെയുള്ള സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ 3 സെൻസസ് സർട്ടിഫിക്കറ്റ് വേണം. അതാണ് അവിടുത്തെ ബൈലോ. സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തന്റെ പത്രിക തള്ളിയതെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ കോക്കസിന്റെ ഭാഗമെന്നും സാന്ദ്ര. ഞാൻ പിന്നെ ജീവിതകാലം മുഴുവൻ പർദ്ദ ധരിച്ച് നടക്കണമെന്നാണ് ലിസ്റ്റിന് ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. എനിക്ക് എലിജിബിലിറ്റി ഉണ്ടായിട്ടും എന്നെ പുറത്താക്കുമെന്ന് വരണാധികാരി അടക്കം പറഞ്ഞപ്പോൾ അതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടും കൂടെയാണ് ഞാൻ അന്ന് പർദ്ദ ധരിച്ചു പോയത്. പലപ്പോഴും ഈ സംഘടനാ തലപ്പത്ത് വരുന്ന ആളുകളൊന്നും ബൈലോ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ടു പോകാൻ എന്തെങ്കിലും ഒരു അഡ്മിനിസ്ട്രേഷൻ ക്വാളിറ്റി ഉണ്ടായിട്ടോ അല്ല. അവരെല്ലാം അവരുടെ പവറും അല്ലെങ്കിൽ ഒരു കോക്കസിന്റെ ഭാഗമായി നിന്ന് മാത്രമാണ് ഈ അസോസിയേഷന്റെ തലപ്പത്ത് കയറിയിരിക്കുന്നത്. മമ്മൂട്ടി ഇടപെട്ടത് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന തന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് ആൻഡോ ജോസഫിന് വേണ്ടി മറ്റാരോ പറഞ്ഞത് പ്രകാരമാണ് മമ്മൂട്ടി വിളിച്ചതെന്നും സാന്ദ്ര പറഞ്ഞു. എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരു അനുഭവം അവിടെ ഉണ്ടായി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അന്ന് എന്നോട് സംസാരിച്ചതിന് ശേഷം. അതിനുശേഷം ഇനി സാന്ദ്രയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ, ഇനി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ സംഭാഷണം അവസാനിപ്പിച്ചത്. മമ്മൂട്ടി തന്റെ സിനിമയിൽ നിന്ന് പിന്മാറിയത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണെന്നും സാന്ദ്ര തോമസ് കൂട്ടിച്ചേർത്തു. 24 കൊച്ചി. കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങൾ തടയുന്നതിനായി സംസ്ഥാനത്ത് സുരക്ഷാ മിത്രം എന്ന പേരിൽ പുതിയ കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എല്ലാ സ്കൂളുകളിലും ഹെൽപ്പ് ബോക്സുകൾ സ്ഥാപിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ആലപ്പുഴ ആദിക്കാട്ടുകുളങ്ങരയിൽ 4ാം ക്ലാസ്സുകാരിക്ക് മർദ്ദനമേറ്റ സംഭവം ഡെപ്യൂട്ടി വിദ്യാഭ്യാസ ഓഫീസർ അന്വേഷിക്കും. ആലപ്പുഴ ആദിക്കാട്ടുകുളങ്ങരയിൽ രണ്ടാനമ്മയുടെയും പിതാവിന്റെയും ക്രൂരമർദ്ദനത്തിനിരയായ 4ാം ക്ലാസ്സുകാരിയുടെ വീട് സന്ദർശന ശേഷമായിരുന്നു കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷാമിത്രം പദ്ധതിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തുടക്കമിട്ടത്. പ്രധാന അധ്യാപികയുടെയോ പ്രിൻസിപ്പലിന്റെയോ മുറിയിൽ ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കും. ആഴ്ചയിലൊരിക്കൽ പെട്ടി തുറന്ന പരാതികൾ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ച് പരിഹാരം കാണുമെന്നും മന്ത്രി. വല്ലാത്ത വിഷമം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി എന്നോട് പറഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും നടക്കുകയാണ്. നമ്മൾ പുറം ലോകം അറിയുന്നില്ല.
ഇതിൽ ഒരു ശക്തമായ ഇടപെടൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആദിക്കാട്ടുകുളങ്ങരയിൽ 4ാം ക്ലാസ്സുകാരിക്ക് മർദ്ദനമേറ്റ സംഭവം അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്ന് പറഞ്ഞ മന്ത്രി സംഭവം ഡെപ്യൂട്ടി വിദ്യാഭ്യാസ ഓഫീസർ അന്വേഷിക്കുമെന്നും വ്യക്തമാക്കി. സംഭവത്തിൽ കുട്ടിയുടെ പിതാവിനെ ന്യായീകരിച്ച് മുത്തച്ഛൻ രംഗത്തെത്തി. സാമ്പത്തിക പ്രശ്നങ്ങളാണ് കാരണം എൻ്റെ ഈ മരുമോൻ ഈ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തിയത്. കാരണം ദൈവത്തിന് പുറക്കാൻ നമ്മൾ പറയാൻ പാടില്ല. അവൻ്റെ ജീവനായി ഈ പൊന്നുമോള്. സംഭവം റിപ്പോർട്ട് ചെയ്തതിൽ സ്കൂളിന് കാലതാമസം ഉണ്ടായെന്ന വിലയിരുത്തലാണ് വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. 24 കൊല്ലം. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിൽ 5ാം ദിവസവും കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. 700ഓളം പേരെ പ്രശ്നബാധിത മേഖലകളിൽ നിന്നും മാറ്റി. ദുരിതബാധിതർക്ക് ഉത്തരാഖണ്ഡ് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. ബൽറാം നെടുങ്ങാടി തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. ദരാലിയിലെ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇവിടെ കാണാതായ നിരവധി പേരുണ്ട്. അത് സ്വദേശികളുണ്ട്, പുറമെ നിന്ന് ജോലിക്കെത്തിയ ആളുകളുണ്ട്. ഇവർ കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ, മനുഷ്യ ജീവനുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഈ ദുരന്ത ഭൂമിയിൽ ഇപ്പോഴും പുരോഗമിക്കുന്നത്. അതിന് സൈന്യം തന്നെയാണ് ഈ ഒരു തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഓപ്പറേഷൻസ് कैसे चल रहा है? ये जब से ये हुआ है दराली का बादल फटे तब से हम लोग यहीं पे हैं. फर्स्ट दिन हम ही पहुंचे थे यहाँ पे. तो पहुंचने के बाद जब देखा कि ग्रामीण जो यहाँ पे थे, जो बचे हुए ग्रामीण थे, वो पहाड़ों के ऊपर चले गए थे. तो उनको वहाँ से वापस नीचे लेके आए, उनको अपने कैंप में ले गए. हमारा कैंप कोपांग में है, ITBP कैंप कोपांग में है. तो वहाँ हमारे सीओ सर के निर्देशन में हम वहाँ पे उनको लेके गए. उनको फर्स्ट मेडिकल दिया और उनको खाना वाना खिलाया. उसके बाद उनको सेफ जगह पे, जहाँ गंगोत्री में उनके लिए डिसाइड जगह थी, उस जगह पे उन लोगों को भेजा गया. इधर आपको सबसे बड़ा चैलेंज क्या है? सबसे बड़ा चैलेंज तो फर्स्ट डे था कि ये लगातार जब हम पहले दिन पहुँचे तो यहाँ लगातार ये मलबा जो ऊपर से आ रहा था, ये लगातार चला हुआ था. तो उसमें हमने थोड़ा रेस्ट किया, रुके, देखे. फिर जब पूरी स्थिति का जायजा हमने ले लिया, उसके बाद हमने यहाँ पे ऑपरेशन अपना स्टार्ट किया. എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. ഇവിടെയുണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ഈ ദുരന്തമുണ്ടായി അടുത്ത ദിവസം പോലും ചെളി ഊർന്നിറങ്ങുകയായിരുന്നു മുകളിൽ നിന്ന് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ പോലും നടത്താൻ കഴിയാത്ത അത്രയും അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോഴും ഇവിടെ ഈ കല്ലുകൾ പുതഞ്ഞു നിൽക്കുന്ന ചെളി അത് 2 ദിവസം ലഭിച്ച വെയിലിനെ തുടർന്ന് അല്പം ഉറച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത്യന്തം അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അവ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇനി ഒരാളെങ്കിലും അവശേഷിക്കുന്നുണ്ട് ഈ മണ്ണിനടിയിൽ എങ്കിൽ അവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ സൈന്യത്തിന്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും ഭാഗത്തു നിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ദരാലി. ഡൽഹി ഹരിനഗറിൽ കനത്ത മഴയെ തുടർന്ന് മതിലിടിഞ്ഞു വീണ് 2 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ മരിച്ചു. 8 പേരെ രക്ഷപ്പെടുത്തി. യമുന നദിയിൽ ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിലെത്തിയതോടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. അർദ്ധരാത്രി മുതൽ പെയ്യുന്ന ശക്തമായ മഴയിലാണ് ഹരിനഗർ കോളനിയിൽ ക്ഷേത്രത്തോട് ചേർന്ന മതിലിടിഞ്ഞു വീണത്. 2 കുട്ടികളടക്കം 7 പേർക്ക് ജീവൻ നഷ്ടമായി. പരിക്കേറ്റ 8 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ കോളനിയിൽ നിന്ന് ആളുകളെ മാറ്റിയതായി ദുരന്ത നിവാരണ സേന അറിയിച്ചു. കനത്ത മഴയിൽ നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. വ്യോമഗതാഗത്തെയും മഴ സാരമായി ബാധിച്ചു. ഡൽഹി വിമാനത്താവളത്തിൽ 13 അന്താരാഷ്ട്ര വിമാന സർവീസുകളടക്കം 100-ലധികം വിമാന സർവീസുകൾ വൈകിയാണ് സർവീസ് നടത്തിയത്. യമുനയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ പ്രളയ മുന്നറിയിപ്പ് നൽകി. നിലവിൽ ഡൽഹിയിൽ റെഡ് അലർട്ടാണ്. 24 ഡൽഹി. പാർട്ടി നേതാക്കൾ ജ്യോതിഷിയെ കണ്ടെന്ന സംസ്ഥാന സമിതിയിലെ വിമർശനത്തെ പ്രതിരോധിച്ച് CPM നേതാക്കൾ തെരഞ്ഞെടുപ്പ് കാലത്തും മറ്റും ജ്യോതിഷിമാരെ പോലുള്ളവരെ കാണുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് മുതിർന്ന നേതാവ് AK ബാലന്റെ ചോദ്യം. വിഷയത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്ന് P ജയരാജനും പ്രതികരിച്ചു. വ്യാഴാഴ്ച നടന്ന CPIM സംസ്ഥാന സമിതി യോഗത്തിലാണ് നേതാക്കൾ ജ്യോതിഷിയെ കാണുന്നത് സംബന്ധിച്ച് കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് വിമർശനമുന്നയിച്ചത്. സംസ്ഥാന സമിതിയിലെ വിമർശനം 24 പുറത്തുവിട്ടതോടെ പാർട്ടിക്ക് പുറത്തും വിഷയം വലിയ ചർച്ചയായി. വൈരുദ്ധ്യാത്മീയ ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷിയെ കാണാൻ പോകുന്നതെന്ന കണ്ണൂർ നേതാവിന്റെ ചോദ്യമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. വിവാദം കത്തിപ്പെട്ടതിന് മുമ്പേ പ്രതിരോധിക്കാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ താല്പര്യം. അവരും നമ്മുടെ കുടുംബക്കാരല്ലേ, അവരും മനുഷ്യരല്ലേ, അവരെ സമൂഹത്തിൽ നിന്ന് തള്ളേണ്ട ആൾക്കാരാണ്. ഇനി അവരെടുക്കെ പോയി സംസാരിച്ചു പോയി നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പോകും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കണ്ണൂരിലെ മുതിർന്ന നേതാക്കൾ ഒരാളായ P ജയരാജനും ജ്യോതിഷി വിമർശനത്തെ പ്രതിരോധിക്കാൻ രംഗത്തുണ്ട്. സംസ്ഥാന സമിതിയിൽ ഈ വിഷയത്തിൽ ചർച്ച നടന്നിട്ടില്ലെന്നാണ് P ജയരാജന്റെ ഒഴുക്കൻമട്ടിലുള്ള പ്രതിരോധം. അത്തരത്തിലുള്ള യാതൊരു വിമർശനവും കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിരുന്നില്ല.
എം വി ഗോവിന്ദൻ മാഷ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറം ഞാൻ വ്യക്തമാക്കേണ്ടതില്ല. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പയ്യന്നൂരിലെ പ്രമുഖ ജ്യോതിഷ പണ്ഡിതൻ മാധവ് പൊതുവാളിനെ കാണുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതാണ് പാർട്ടി സംസ്ഥാന സമിതിയിലെ വിമർശനത്തിന് പ്രേരണയായതെന്നും പറയപ്പെടുന്നു. 24 തിരുവനന്തപുരം. അതേസമയം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് സ്ഥിരീകരിച്ച് ജ്യോത്സ്യൻ മാധവ പൊതുവാൾ. MV ഗോവിന്ദനുമായി വർഷങ്ങളായുള്ള ബന്ധമാണെന്നും അസുഖ വിവരം അറിഞ്ഞാണ് അദ്ദേഹം എത്തിയതെന്നും മാധവ പൊതുവാൾ വ്യക്തമാക്കി. മുഹൂർത്തമോ സമയമോ ഒന്നും MV ഗോവിന്ദൻ ചോദിച്ചിട്ടില്ല. സ്നേഹബന്ധങ്ങളിൽ ജ്യോതിഷം കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ലെന്നും മാധവ പൊതുവാൾ പറഞ്ഞു. മാഷ് ജ്യോതിഷം നോക്കാനോ സമയം നോക്കാനോ AKG സെൻറ്ററിൻ്റെ മുഹൂർത്തം നോക്കാനോ വന്നതല്ല. എൻ്റെ സ്നേഹത്തിൽ നമ്മൾ എന്നെ കാണാൻ വന്നതാണ്. എൻ്റെ അസുഖം വിവരം അറിഞ്ഞിട്ട് വന്നതാണ് മാഷ്. എല്ലാവരും എൻ്റെ ആൾക്കാർ തന്നെയാണ്. പ്രത്യേക രാഷ്ട്രീയമൊന്നും എന്നെ സംബന്ധിച്ചില്ല. അമിത്ഷാ എത്ര കൊല്ലങ്ങളായിട്ട് വരാറുണ്ടായിരുന്നു. ഇപ്പം ഹോം മിനിസ്റ്ററായ പിന്നെ പ്രോട്ടോക്കോളിൻ്റെ ഇതുകൊണ്ട് അങ്ങനെ സാധാരണ കൊല്ലത്തിൽ വന്ന് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമിനെയും രാജരാജേശ്വരനും തൊഴുത് സന്തോഷത്തോട് അടുത്ത ഇതിൽ പോകുന്നതാണ്. കേരള കോൺഗ്രസ് എമ്മിനെ വിമർശിച്ച് CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിലെ സംഘടനാ റിപ്പോർട്ട്. കേരള കോൺഗ്രസ് എം അണികളിൽ ഭൂരിഭാഗവും UDF ക്യാമ്പിൽ തന്നെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ തോൽവിക്ക് കാരണങ്ങളിൽ ഒന്നിതാണ്. വൈക്കം നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് LDFന് ലീഡ് നേടാനായത്. അത് CPI നേതൃത്വത്തിന്റെ പ്രവർത്തനം കൊണ്ടാണെന്നും CPI വിമർശിച്ചു. കോട്ടയം പാലാ നിയോജക മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാൻ ജോസ് കെ മാണി. കടുത്തുരുത്തി മണ്ഡലത്തിലേക്ക് മാറുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. യൂത്ത് ഫ്രണ്ടിനെ അടക്കം ശക്തിപ്പെടുത്തി പാലാ തിരിച്ചുപിടിക്കാനാണ് കേരള കോൺഗ്രസിന്റെ നീക്കം. പാലായെ സംബന്ധിച്ചോളം പാലായിൽ നമുക്കുണ്ടായിരുന്ന പാലാ മോഡൽ പ്രയോഗം അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളെടുത്ത് പരിശോധിക്കുക. പാലായ്ക്ക് നേടിക്കൊടുത്ത ആ പുരോഗതി, മാണിസാർ കൊണ്ടുവന്ന പുരോഗതി കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളെടുത്ത് പരിശോധിക്കുക. ഇവിടെ പാലാ നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത്. ഇന്ന് പാലാ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ബ്രില്യന്റും അതുപോലെ തന്നെ ത്രിപിൾ ഐറ്റിയും ഉള്ളത് കൊണ്ട് മാത്രമാകും ഈ കടകളിലൊക്കെ ആളുകൾ വന്നെത്തുന്നത്. പക്ഷെ ആ പാലായുടെ പുരോഗതി ഇന്ന് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. കോട്ടയം MC റോഡിൽ ചങ്ങനാശ്ശേരി തുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. സമീപത്തെ വീട്ടുകാർ കാറിന്റെ തീ അണയ്ക്കുകയായിരുന്നു. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ടോബി, ആർക്കും അപകടമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? വിജയകുമാർ, ആർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടിയായിരുന്നു തുരുത്തി മിഷൻ പള്ളിയുടെ സമീപത്ത് വെച്ചാണ്, MC റോഡിൽ വെച്ചാണ് ഈ ഒരു സാൻഡ്രോ കാറിന് തീ പിടിച്ചത്. ഒരു ചുവപ്പ് നിറത്തിലുള്ള കാറായിരുന്നു. ഇത് വഴിയിലൂടെ ഓടി വന്ന് വഴിയുടെ അരികിലേക്ക് നിർത്തി തീ പടർന്നത് കണ്ട ഉടൻ തന്നെ വഴിയുടെ അരികിലേക്ക് നിർത്തുകയായിരുന്നു. ഇതിലുണ്ടായിരുന്ന യാത്രക്കാർ ഉടൻ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. പിന്നാലെ ഈ വാഹനത്തിന്റെ മുൻവശത്ത് വന്ന് തീ ആളി പടർന്ന് മുഴുവൻ ഭാഗവും തീ പടരുകയായിരുന്നു. എന്തായാലും നാട്ടുകാരുടെ ഇടപെടൽ കൊണ്ടാണ് അത്യാഹിതമൊന്നും ഉണ്ടായില്ല. തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് സാധിച്ചില്ല. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയെന്ന് ഇന്ത്യ. പാകിസ്ഥാന്റെ 6 യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്ന് സ്ഥിരീകരിച്ച് വ്യോമസേനാ മേധാവി. ഇന്ത്യയുടെ കൈവശമുള്ള S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പാക് വിമാനങ്ങളെ തകർത്തതെന്നും വ്യോമസേനാ മേധാവി AP സിംഗ് വ്യക്തമാക്കി. ബംഗളൂരുവിൽ നടന്ന പരിപാടിയിലാണ് വ്യോമസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ. പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങളും ഒരു വ്യോമ നിരീക്ഷണ വിമാനവും തകർത്തു. 2 വിമാനങ്ങൾ പറന്നിറങ്ങുന്നതിനിടെയാണ് തകർത്തതെന്നും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്. Were the 7 targets that were very close to the border and LC, and they were to be taken on by army with their integral weapons. They were the 2 main headquarter buildings, that is Bahawalpur and Muridke, headquarter complexes, not buildings, that were to be taken on by Indian Air Force. പാകിസ്ഥാന്റെ ഒരു വലിയ വിമാനം 300 കിലോമീറ്റർ ദൂരപരിധിയിൽ വെച്ചാണ് തകർത്തത്. ഡ്രോണുകളടക്കം പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളും സൈന്യം തകർത്തു. ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടിക്ക് പിന്നാലെയാണ് പാകിസ്ഥാൻ DGMO തല ചർച്ചകൾക്ക് തയ്യാറായതെന്നും വ്യോമസേനാ മേധാവി പറഞ്ഞു. 24 ഡൽഹി.
ഒഡീഷയിലെ ജാലേശ്വറിൽ മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തിൽ ബജ്റംഗ് ദൾ വാദങ്ങൾ പൊളിയുന്നു. മതപരിവർത്തനമല്ല, ആണ്ട് കുർബാനയാണ് വീട്ടിൽ നടന്നതെന്ന് ഗംഗാധർ ഗ്രാമത്തിലെ കുടുംബം 24-നോട് പറഞ്ഞു. ആക്രമണം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ സഭാ നേതൃത്വവുമായി ആലോചിച്ച് മുന്നോട്ട് പോകുമെന്ന് ഫാദർ ലിജോ നിരപ്പേലും 24-നോട് പ്രതികരിച്ചു. ഗംഗാധർ ഗ്രാമത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് വൈദികരും കന്യാസ്ത്രീമാരും ആക്രമിക്കപ്പെട്ടത്. മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ആക്രമണം. ഗംഗാധർ ഗ്രാമത്തിലെ പ്രാർത്ഥന നടന്ന സുരേന്ദ്രയുടെ വീടാണിത്. ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സുരേന്ദ്ര ഇങ്ങനെ മറുപടി പറഞ്ഞു. ആണ്ട് കുർബാന കഴിഞ്ഞ് മടങ്ങിയ വൈദികരെ ആക്രമിക്കുന്ന വിവരമറിഞ്ഞ് കുടുംബം ഓടിയെത്തി. തടയാനെത്തിയ സ്ത്രീകൾ അടക്കമുള്ളവർക്കും മർദ്ദനമേറ്റു. हमने जब फादर को बचाने के लिए गया तो हमने वो ठेल के हमारे को दूर कर लिया. നടുക്കത്തിൽ നിന്ന് സിസ്റ്റർമാരായ എലേസ, മോളി എന്നിവർ ഇപ്പോഴും മുക്തരായിട്ടില്ല. പുള്ളി ശരിക്കും അടിച്ചു. പുള്ളിയുടെ ഇട്ടിരുന്ന ഷർട്ടെല്ലാം വലിച്ചു കീറി. നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ കൂടുതൽ ഭീഷണി ഉണ്ടാകുമെന്ന ഭയമാണ് ജാലേശ്വറിലെ സെന്റ് തോമസ് പള്ളിയിലേക്ക് എത്തിയ 24 സംഘത്തോട് ഫാദർ ലിജോ നിരപ്പേൽ പങ്കുവച്ചത്. FIR ഫയൽ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ലീഗൽ പ്രോസസ്സും കോംപ്ലിക്കേഷൻസ്, പിന്നെ ഞങ്ങളൊരു മൈനോറിറ്റിയാണ് ഇവിടെ. ഛത്തീസ്ഗഡിലെ ദുർഗിലേതുപോലെ പ്രാഥമികമായ ഒരു തെളിവ് പോലും ഇല്ലാതെ ഉയർന്ന ആരോപണമാണ് ഇതും. ഭീഷണി നിലനിൽക്കുന്നതിനാൽ നിയമ നടപടികൾ കരുതലോടെ മതി എന്നതാണ് സഭാ നേതൃത്വത്തിന്റെ നിലപാട്. ഒഡീഷയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ കർപ്പകം കോളേജ് ഓഫ് മാനേജ്മെന്റിലെ ബയോടെക്നോളജി വിദ്യാർത്ഥികളായ ശ്രീ ഗൗതം, അരുൺകുമാർ എന്നിവരാണ് മരിച്ചത്. ഉച്ചയോടെയാണ് 10 അംഗ സംഘം ചിറ്റൂർ പുഴയിലെത്തിയത്. സംഘമാണ് ചിറ്റൂർ പുഴയിലെ വിളയോടി ഷൺമുഖം ക്രോസ് വേയിൽ കുളിക്കാനിറങ്ങിയത്. അരുൺകുമാറാണ് ചെക്ക് ഡാമിലെ ഓടയിൽ ആദ്യം അകപ്പെട്ടത്. അതിനുശേഷം ശ്രീഗൗതം ഒഴുക്കിൽപ്പെടുന്നതും വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളിൽ വ്യക്തം. 1 മണിക്കൂറിലേറെ നീണ്ട തെരച്ചിലിൽ ശ്രീഗൗതമിനെ കണ്ടെത്തി. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടു. 4.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് അരുൺകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ ചിറ്റൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 24 പാലക്കാട്. കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശ്വാസം മുട്ടിയാണ് ഇരുവരും മരിച്ചതെന്നാണ് കണ്ടെത്തൽ. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന ഇളയ സഹോദരൻ പ്രമോദിനെ കാണാനില്ല. പ്രമോദിനു വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതായി DCP അരുൺ കെ പവിത്രൻ പറഞ്ഞു. തടമ്പാട്ട് താഴത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീജയ, പുഷ്പലളിത എന്നിവരെയാണ് ഇന്നു പുലർച്ചെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരിമാരിൽ ഒരാൾ മരിച്ചു എന്ന് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന ഇളയ സഹോദരൻ പ്രമോദ് ബന്ധുക്കളെ വിവരമറിയിച്ചു. വീട്ടിലെത്തിയ ബന്ധുക്കൾ 2 പേരെയും വീട്ടിനകത്ത് 2 മുറികളിലായി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇരുവരും ശ്വാസം മുട്ടി മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഇവിടെ 3 പേരാണ് താമസം ഉണ്ടായിരുന്നത്. ഈ 2 സ്ത്രീകൾ കൂടാതെ അവരുടെ സഹോദരനായിട്ടുള്ള ഒരു പ്രമോദ് എന്ന് പറയുന്ന വ്യക്തി കൂടിയാണ് ഇവിടെ താമസം ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിലവിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പം അദ്ദേഹത്തെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാതായ പ്രമോദിന്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പ്രകാരം ഫറോക്കിലാണ് അവസാനമായി കണ്ടെത്തിയത്. 24 കോഴിക്കോട്. ജൈനമ്മ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യനുമായി വീണ്ടും തെളിവെടുപ്പ് നടത്തി. ചേർത്തലയിലെ ഗൃഹോപകരണ സ്ഥാപനത്തിലായിരുന്നു തെളിവെടുപ്പ്. സ്വർണം പണയം വെച്ച തുകയ്ക്ക് ഇവിടെ നിന്നും ഒരു ഫ്രിഡ്ജ് വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെളിവെടുപ്പ്. നാളെയും തെളിവെടുപ്പ് തുടർന്നേക്കും. ചോദ്യം ചെയ്യലിൽ ചില കാര്യങ്ങൾ സെബാസ്റ്റ്യൻ ഇപ്പോൾ പറയുന്നുണ്ട്. സ്വർണം പണയം വെച്ചതും ആ തുക ചെലവഴിച്ചതിന്റെ വിശദാംശങ്ങളും സെബാസ്റ്റ്യൻ പറഞ്ഞു എന്നാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചേർത്തല മനോരമ ജംഗ്ഷനിലുള്ള ഗൃഹോപകരണ വിൽപ്പന സ്ഥാപനത്തിൽ തെളിവെടുപ്പ് നടത്തിയത്. ഇവിടെ നിന്നും ഒരു ഫ്രിഡ്ജ് സെബാസ്റ്റ്യൻ വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. ജൈനമ്മയുടെ സ്വർണം പണയം വെച്ചത് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. ആ സ്ഥാപനത്തിനടുത്താണ് ഗൃഹോപകരണ സ്ഥാപനവും ഉള്ളത്. കൂടുതൽ തെളിവെടുപ്പ് വരും ദിവസങ്ങളിലുണ്ടാകും. കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. ഇവിടെ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നും ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. 24 കോട്ടയം.
പോലീസ് അകമ്പടിയിൽ TPK പ്രതികൾ പരസ്യമായി മദ്യപിച്ച സംഭവത്തിൽ ഒടുവിൽ കേസെടുത്തു പോലീസ്. കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ്, കണ്ടാൽ അറിയാവുന്ന 4 പേർ എന്നിവർക്കെതിരെയാണ് തലശ്ശേരി പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ പ്രതികൾക്കൊപ്പം ഉണ്ടായിരുന്ന 3 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. തലശ്ശേരി കോടതി പരിസരത്തെ TPK പ്രതികളുടെ പരസ്യ മദ്യപാനത്തിൽ 50 ദിവസത്തിനു ശേഷമാണ് പോലീസ് കേസെടുത്തത്. മദ്യപാനത്തിന്റെ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും നടപടിയെടുക്കാത്തതിൽ പോലീസിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. തടവുകാരുടെ ജയിലിന് പുറത്തെ കുറ്റകൃത്യങ്ങൾക്ക് കേസെടുക്കാൻ നിയമോപദേശം ആവശ്യമാണെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. കേസെടുത്തതിന്റെ ദിവസവും സമയവും നോക്കി താമസിച്ചു എന്ന് പറയുന്നതിൽ ഔചിത്യമില്ലെന്ന് EP ജയരാജൻ. ഇപ്പോൾ ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞില്ലേ, പിന്നെ ദിവസം മണിക്കൂർ താമസിച്ചു പോയി എന്ന് പറയുന്നതിന് വലിയ ഔചിത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് പോലീസ് എടുത്ത കേസിൽ ചുമത്തിയത് പരസ്യ മദ്യപാനത്തിന്റെ നിസ്സാര വകുപ്പ് മാത്രമാണ്. ഇതിനായി എന്തിനിത്ര വൈകിപ്പിക്കൽ ഉണ്ടായി എന്ന ചോദ്യമാണ് ഉയരുന്നത്. 24 കണ്ണൂർ. ജയിൽ ചാട്ടക്കേസിൽ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ ചോദ്യം ചെയ്യാൻ പോലീസ്. കോടതി അനുമതിയോടെ വിയൂർ സെൻട്രൽ ജയിലിൽ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ജയിൽ ചാട്ടത്തിന് മുൻപ് ഗോവിന്ദച്ചാമി ഫോണിൽ സംസാരിച്ച ഷെൽവത്തെയും ചോദ്യം ചെയ്യും. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നെങ്കിലും ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിലെ ദുരൂഹത ഇനിയും നീങ്ങിയിട്ടില്ല. ഇതിലാണ് സമഗ്ര അന്വേഷണം നടക്കുന്നത്. ഗോവിന്ദച്ചാമിയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. കോടതി അനുമതിയോടെ വിയൂർ സെൻട്രൽ ജയിലിലാകും ചോദ്യം ചെയ്യുക. ജയിൽ ചാട്ടത്തിന് ആരുടെയൊക്കെ സഹായം ലഭിച്ചു എന്നത് നിർണായകമാകും. 4 തടവുകാർക്ക് ജയിൽ ചാട്ടത്തെക്കുറിച്ച് നേരത്തെ അറിയാമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സഹതടവുകാരായ തേനി സുരേഷ്, ഷിഹാബ്, സാബു, വിശ്വനാഥൻ എന്നിവരെ ചോദ്യം ചെയ്യും. ഇതിനു പുറമെ ജയിൽ ചാട്ടത്തിന് മുൻപ് ഫോണിൽ സംസാരിച്ച ഷെൽവത്തെയും ചോദ്യം ചെയ്യും. കണ്ണൂർ സിറ്റി പോലീസ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. 24 കോഴിക്കോട്. വ്യാപാര തർക്കത്തിൽ സ്വരം മയപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ അമേരിക്കയുടെ തന്ത്രപരമായ മുഖ്യ പങ്കാളിയായി തുടരുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ്. ട്രംപ് പങ്കുവച്ചത് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനുള്ള ആശങ്കയെന്നും ടോമി പിഗോട്ട് വ്യക്തമാക്കി. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉത്പന്നങ്ങൾക്ക് 25% തീരുവയും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് പിഴ തീരുവയായി 25% അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ വഴിമുട്ടിയിരുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ വ്യാപാര ചർച്ചയ്ക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് തീരുവ തർക്ക വിഷയത്തിൽ അമേരിക്ക സ്വരം മയപ്പെടുത്തിയത്. ഇന്ത്യ അമേരിക്കയുടെ തന്ത്രപരമായ പങ്കാളിയായി തന്നെ തുടരുമെന്നും ഇന്ത്യയുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് വ്യക്തമാക്കി. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെപ്പറ്റിയും വ്യാപാര കമ്മിയെപ്പറ്റിയുമുള്ള ആശങ്കകളാണ് ട്രംപ് പങ്കുവച്ചതെന്ന് പിഗോട്ട് പറഞ്ഞു. അതിനിടെ നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് പുടിനും ഫോണിൽ ഇന്നലെ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ചർച്ചകളുടെ പുരോഗതി പരിശോധിക്കുകയും തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തതായി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ഈ വർഷം അവസാനം പുടിനെ ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടെന്ന് മോദി വ്യക്തമാക്കി. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് ഇതിനിടെ സമൂഹമാധ്യമത്തിൽ ആവർത്തിച്ചു. റിസർച്ച് ഡെസ്ക് 24. യുക്രൈൻ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും കൂടിക്കാഴ്ച നടത്തും. അലാസ്കയിൽ ഈ മാസം 15-നാണ് കൂടിക്കാഴ്ച. യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചില പ്രദേശങ്ങളുടെ കൈമാറ്റം ഉണ്ടായേക്കുമെന്ന് ട്രംപ് സൂചന നൽകി. യുക്രൈനിൽ വെടിനിർത്തലിനായി ഡൊണാൾഡ് ട്രംപ് നിശ്ചയിച്ച സമയപരിധി അവസാനിച്ചതിന് പിന്നാലെയാണ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചില പ്രദേശങ്ങൾ കൈമാറ്റം ചെയ്യേണ്ടതായി വരുമെന്ന് ട്രംപ് സൂചിപ്പിച്ചു. സമാധാന കരാറിന്റെ ഭാഗമായി റഷ്യ പിടിച്ചെടുത്ത യുക്രൈനിലെ ഖേഴ്സൺ, സപ്പറേഷ്യ പ്രവിശ്യകളിൽ നിന്ന് റഷ്യ സൈന്യത്തെ പിൻവലിച്ചേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. ഡോനെസ്ക്, ലുഹാൻസ്ക്, ക്രീമിയ പ്രവിശ്യകൾ യുക്രൈൻ റഷ്യയ്ക്ക് കൈമാറാനും ധാരണയായേക്കും. യുക്രൈനും റഷ്യയും ഇസ്താംബൂളിൽ നടത്തിയ ചർച്ചകൾ ഫലം കാണാതിരുന്നതിനെ തുടർന്നാണ് വെടിനിർത്തലിന് ട്രംപ് സമയപരിധി വച്ചത്. വെടിനിർത്തലിന് തയ്യാറാകാത്ത പക്ഷം റഷ്യയ്ക്ക് മേൽ കൂടുതൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്നും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ 100% സെക്കൻഡറി തീരുവ ചുമത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ റഷ്യയ്ക്ക് കൈമാറുന്നതിനോട് യുക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും യോജിക്കുന്നില്ല. ഇരു രാജ്യങ്ങളും നിലപാടുകളിൽ ഉറച്ചു നിൽക്കവെയാണ് വ്ളാദിമിർ പുടിനും ഡൊണാൾഡ് ട്രംപും അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. 2019 ശേഷം അമേരിക്കൻ മണ്ണിൽ ഇതാദ്യമായാണ് വ്ളാദിമിർ പുടിനും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച. റിസർച്ച് ഡെസ്ക് 24.
ആലപ്പുഴ മാവേലിക്കരയിൽ പാലം നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ 2 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടി. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകി. നിർമ്മാണ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനും മന്ത്രി നിർദ്ദേശം നൽകി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചെന്നിത്തല ചെട്ടികുളങ്ങര പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് അച്ചൻകോവിൽ ആറിന് കുറുകെ നിർമ്മിക്കുന്ന കീച്ചേരിക്കടവ് പാലത്തിന്റെ സ്പാൻ ഇളകി ആറ്റിൽ പതിച്ച് 2 തൊഴിലാളികൾ മുങ്ങി മരിച്ചത്. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചുമതലപ്പെടുത്തിയിരുന്നു. അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചതിന് പിന്നാലെയാണ് നടപടി. പാലം നിർമ്മാണ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ മന്ത്രി നിർദ്ദേശം നൽകി. നിർമ്മാണ ചുമതലയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. മാവേലിക്കര സ്വദേശി രാഘവ് കാർത്തിക്, തൃക്കുന്നപ്പുഴ സ്വദേശി ബിനു എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. 24 തിരുവനന്തപുരം. വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിനെതിരെ നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ച് കത്തോലിക്ക കോൺഗ്രസ്. സമരം മറ്റൊരു സ്വാതന്ത്ര്യ സമരമായി മാറുമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. വനം മന്ത്രിയുടെ അടുത്ത് ഇനി പോയിട്ട് കാര്യമില്ലെന്നും റെമീജിയോസ് ഇഞ്ചനാനിയിൽ കുറ്റപ്പെടുത്തി. വന്യമൃഗശല്യത്തിനെതിരെ താമരശ്ശേരിയിൽ നടന്ന പ്രതിഷേധത്തിലാണ് പ്രഖ്യാപനം. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് നിരത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. സാരി കൊണ്ട് വേലി കെട്ടിയായിരുന്നു സമരം. വന്യജീവി ആക്രമണത്തിനെതിരായ സമരം മറ്റൊരു സ്വാതന്ത്ര്യ സമരമായി മാറുമെന്നും താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ മുന്നറിയിപ്പ് നൽകി. വരും നാളുകള് നമുക്ക് സമാധാനത്തിൻ്റെതാകുകയില്ല പ്രിയപ്പെട്ടവരെ. സമാധാനത്തിൻ്റെതല്ല, അത് നമുക്ക് ജയിൽ നിറയ്ക്കേണ്ടതിന്റെയാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെതാണ്. കണ്ണു തുറക്കുന്ന ഇവിടെ സർക്കാരുണ്ടോ എന്ന് നമുക്കറിയണമല്ലോ. വനം മന്ത്രിക്ക് ചെവി കേട്ടുകൂടാ, ഇനി വനം മന്ത്രിയുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല എന്ന വിമർശനവും പ്രതിഷേധത്തിൽ ഉയർന്നു. ചേലക്കരയിലെ കാട്ടാന ഭീതിയിൽ MP കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന മേഖലകളിൽ പ്രാദേശിക സഹായത്തോടെ പ്രൈമറി റെസ്പോൺസ് ടീമിനെ നിയോഗിക്കാൻ യോഗത്തിൽ തീരുമാനമായി. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികനായ യുവാവിനെ വാഴക്കൊമ്പൻ ആക്രമിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. 24 കോഴിക്കോട്. BJP നേതാവും MP-യുമായ C സദാനന്ദന്റെ കാലുവെട്ടിയ കേസിലെ പ്രതികളെ വീണ്ടും ന്യായീകരിച്ച് CPIM. കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെ മുമ്പും വെറുതെ വിട്ടിട്ടുണ്ടെന്ന് EP ജയരാജൻ. കോടതി ശിക്ഷിച്ചവർ നിരപരാധികളാണ് എന്ന് പാർട്ടിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. മട്ടന്നൂർ ഉരുവച്ചാലിൽ മറ്റന്നാളാണ് CPM-ന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം. സുപ്രീംകോടതി അപ്പീൽ തള്ളിയതോടെയാണ് കേസിൽ CPIM പ്രവർത്തകരായ 8 പ്രതികളെ ജയിലിലടച്ചത്. കോടതി ശിക്ഷിച്ച പ്രതികൾക്ക് CPIM നേതാക്കളുടെ സാന്നിധ്യത്തിൽ യാത്രയയപ്പ് നൽകിയത് നേരത്തെ വിവാദമായിരുന്നു. പ്രതികളെ പിന്തുണയ്ക്കുന്ന നിലപാട് നേതാക്കൾ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് കുറ്റക്കാരാണെന്ന് പറഞ്ഞതുകൊണ്ട് അന്തിമമായി അവർ കുറ്റക്കാരായി കഴിഞ്ഞു എന്ന നിഗമനത്തിലെത്തരുത്. ആ വ്യാജമൊഴികൾ, കള്ളമൊഴികൾ കണക്കിലെടുത്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത്. അത് നാട്ടിലെ ജനങ്ങൾക്കറിയാം. CPIM ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന ജനാർദ്ദനനെ C സദാനന്ദന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചതിലുണ്ടായ പ്രാദേശിക വികാരമാണ് മറ്റ് സംഭവങ്ങളിലേക്ക് നയിച്ചത് എന്നാണ് പാർട്ടി വാദം. നിലവിൽ ശിക്ഷിക്കപ്പെട്ടവരെ UDF സർക്കാരിന്റെ സഹായത്തോടെ പ്രതി ചേർത്തതാണ് എന്നും CPIM വിശദീകരിക്കുന്നു. 24 കണ്ണൂർ. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.